ഹായ് ഗായ്സ്, സുനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോ അല്ല, കുറച്ചിത്തിരി വലിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മളെല്ലായ്പ്പോഴും പോകുന്നത് പോലെ നമ്മളൊരു ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാനും ഏട്ടനും മോൻകുട്ടനും അമ്മയും അനിയത്തിയും അനിയനും അച്ഛനും പിന്നെ വല്യമ്മയുടെ മോളും കൂടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 4 മണിക്കുള്ള വണ്ടിക്ക് പോകാൻ വേണ്ടിയാണ് പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് 4 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് വണ്ടി കിട്ടിയില്ല. അങ്ങനെ ഗൈസ്, നമ്മുടെ വണ്ടി പോയത് കാരണം നമ്മൾ 8:15 പുനലൂർ മധുരൈ എക്സ്പ്രസ്സിൽ പോകാമെന്ന് കരുതി. മധുരയിൽ പോയി ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രെയിനിൽ കയറുന്ന ടൈമിൽ കുറച്ച് തിരക്ക് കാരണം സീറ്റ് പിടിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഉള്ള വെപ്രാളത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി. നല്ല വിശാലമായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ ഗൈസ്, വെളുപ്പിനെ 4 മണിയായപ്പോൾ നമ്മൾ മധുര ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ഞാൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്നത് തഞ്ചാവൂരിലെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള സ്വാമിമല എന്ന ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. മുരുകൻ്റെ ടെമ്പിളാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ജുവിനെയാണ്. ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ബസ്സിൽ കയറി. നമുക്ക് പോകേണ്ടത് MGR ബസ് സ്റ്റാൻഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓട്ടോക്കാരൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് 7,000 രൂപ, ചിലവർക്ക് 6,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഈ MGR ബസ് സ്റ്റാൻഡിലോട്ട് വരാൻ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഒരാൾക്ക് ബസ്സിൽ കൂലി വന്നിട്ടുള്ളത് 9 രൂപ എന്തോണോ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ MGR ബസ് സ്റ്റാൻഡിൽ 4:45 ആയപ്പോൾ എത്തി. ഇനി നമുക്ക് പോകേണ്ടത് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിലോട്ടാണ്. അവിടെ നിന്ന് തുമ്പക്കോണം പോകുന്ന വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് സ്വാമിമല എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. അങ്ങനെ ഗൈസ്, നമ്മൾ ബസ്സിലൊക്കെ കയറി
അവിടെ നിന്ന് നമ്മൾ 5 മണിയൊക്കെ ആയപ്പോഴാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ 9:30 ആയപ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ എത്തിയത്. അങ്ങനെ ഗൈസ് നീണ്ട മണിക്കൂറിനൊക്കെ ശേഷം, നീണ്ട മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് MGR സ്റ്റേഷനിൽ നമ്മൾ തിരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ഒരു 9:30 മണിയോടെ കൂടിയായപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും മണിക്കൂർ നമ്മൾ വണ്ടിയിൽ അങ്ങനെ ബസ്സിലിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിലോട്ട് നമ്മൾ എത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ തുമ്പക്കോണം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ബസ് കയറാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് സ്വാമിമല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് എത്തി. ഇവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബസ് കൊണ്ട് ഇറക്കിയത്. അങ്ങനെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ച് പോവുകയാണ് ഗൈസ്. അവിടെ പോയി നമ്മൾ റൂമൊക്കെ എടുത്തു. നമ്മൾ വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം വൈകുന്നേരമാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. ഞങ്ങൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോകുന്ന അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. നിറയെ മുല്ലപ്പൂക്കളൊക്കെ ഉണ്ട്. ഫൈനലി ഞങ്ങൾ അമ്പലത്തിൻ്റെ നടയിൽ എത്തി. അമ്പലത്തിൻ്റെ ആനയൊക്കെ ഉണ്ട്. ആന അമ്പലത്തിൽ ആന എന്നാണ്. എന്റെ സുന്ദരിയാണ്. ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് അമ്പലത്തില് എടുക്കാൻ വിട്ടില്ല. ഞാൻ
ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട്. ഇതിന്റെ വലത് സൈഡിലും ഇടത് സൈഡിലായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയോണ്ടാ തിരക്കൊക്കെ. ഇവിടെ മുല്ലപ്പൂന്റെ നടയിലെത്തി ഭഗവാനെ തൊഴണം. ഫോണ് അമ്പലത്തിന്റെ അകത്ത് അലൗഡ് അല്ല. ബാക്കി വീഡിയോസ് വന്ന് ദർശനത്തിന് ശേഷം കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ റൂമിലോട്ട് വന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പോകേണ്ട വെപ്രാളത്തിൽ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയൊക്കെ ഉണ്ടായി, സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം കിട്ടിയില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഉടനെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ബസ്സിൻ്റെ ടൈമൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇറങ്ങി. പകുതിയോളം നമ്മൾ നടന്നു ഉടനെ തന്നെ നമുക്കൊരു വണ്ടി കിട്ടി. അങ്ങനെ ആ ബസ്സിൽ കയറി നമ്മൾ അങ്ങനെ ഗൈസ് കുമ്പകോണം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയി. അമ്മയ്ക്ക് പേടിയാ, അതുകൊണ്ട് അമ്മ എനിക്കൊരു പേടിയില്ല. അവിടെ ഉള്ളൊരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് ഒരു 9:45 ട്രെയിനിലാണ് നമ്മൾ പോകാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ 9:45 വണ്ടി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ്, നമ്മൾ തഞ്ചാവൂരിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഒരു വിധത്തിൽ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ വയ്യാതെയും കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഗൈസ് വെളുപ്പിന് 4 മണി വരെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വണ്ടി വന്നു. അങ്ങനെ നമ്മൾ തിരുനെൽവേലിയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. കാരണം ട്രിവാൻഡ്രത്ത് തഞ്ചാവൂരിൽ നിന്നോ കുമ്പകോണത്ത് നിന്നോ ഡയറക്റ്റ് ട്രെയിനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുനെൽവേലി പോയിട്ടാണ് അവിടെ നിന്നാണ് ട്രിവാൻഡ്രത്ത് പോകുന്നത്. അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മൾ തിരുനെൽവേലിയിലോട്ട് എത്തി. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം ഒരു 12 മണിയായപ്പോഴാണ് നമ്മുടെ വണ്ടി വന്നത്. അങ്ങനെ വണ്ടി കയറി ഒരു 3:30 ആയപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രത്തെത്തി.
നമ്മളിറങ്ങി. ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം.